എന്താണ് ഇപ്പോൾ പുക എത്രത്തോളം ശമിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്? ഈ എത്ര കെട്ടിടങ്ങളിലേക്കാണ് ഈ പുക ആകെ വ്യാപിച്ചത്? എത്ര നിലകളിലേക്കാണ്? അക്ഷയ, 4ാം നിലയിൽ നടക്കം വളരെ കുറച്ച് രോഗികളെ, ഒരു 3-4 രോഗികളെയാണ് ഇനിയും മാറ്റേണ്ടതായിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ കെട്ടിടത്തിൽ നിന്ന് മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടത്തിലേക്ക് രോഗികളെ താഴെ ഇറക്കാതെ തന്നെ കൊണ്ടുപോകാനുള്ള സംവിധാനം, സ്കൈ വാക്ക് സംവിധാനമുണ്ട്. അതിലൂടെ കുറേ രോഗികളെ മാറ്റി. ഇനി ഏതായാലും 5-ൽ താഴെ രോഗികൾ മുകളിലത്തെ ബ്ലോക്കുകളിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവരെ മാറ്റുന്നതിനുള്ള ശ്രമവും പുരോഗമിച്ചു വരികയാണ്. ഒപ്പം പുക കുറയ്ക്കുന്നതിനുള്ള, നേരത്തെ ഉണ്ടായിരുന്ന വിധത്തിൽ കടുത്ത പുക ഏതായാലും ഇപ്പോൾ ഈ കാഷ്വാലിറ്റിയുടെ ഭാഗത്തില്ല എന്നുള്ളതാണ്. കോഴിക്കോട് ജില്ലാ കളക്ടറാണ് സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത്. സ്ഥിതിഗതികൾ ശാന്തമാണ്, നിയന്ത്രണ വിധേയമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കളക്ടർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുമായി സംസാരിക്കുകയാണ്. ഒപ്പം സിറ്റി പോലീസ് കമ്മീഷണറുണ്ട്. അവരൊക്കെ ആ ഒരു സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ്. അതിനുശേഷം ഏതായാലും മാധ്യമങ്ങളോട് പ്രതികരിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അക്ഷയ, ഏതായാലും ഇപ്പോൾ ഈ ഒരു നിമിഷം നമുക്ക് വളരെ ആശ്വാസകരമായി റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം, സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. രോഗികളെയൊക്കെ തന്നെ കഴിയുന്ന വിധത്തിൽ താഴത്തേക്ക് പുറത്തേക്ക് ഇറക്കി ചികിത്സ ലഭ്യമാക്കുന്നതിന് മാറ്റുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നാമമാത്രമായ 5-ൽ താഴെ രോഗികൾ ഇപ്പോഴും മുകളിലുണ്ട്. പക്ഷെ അവർക്കൊപ്പം ഡോക്ടർമാർ, അവർക്ക് ആവശ്യമായ ചികിത്സ നൽകുന്നതിന് ഡോക്ടർമാരുണ്ട്, നഴ്സുമാരും മറ്റ് ജീവനക്കാരും ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ചേർന്ന് രക്ഷാപ്രവർത്തനം അവരെ പുറത്തേക്ക് ഇറക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചതായാലും വരിക തന്നെയാണ്. മെഡിക്കൽ കോളേജിലേക്ക് മാത്രമല്ല, സമീപത്ത് നഗരത്തിലുള്ള എല്ലാ വിവിധ ആശുപത്രികളിലേക്കും, കൊണ്ടുപോകാൻ കഴിയുന്ന ആശുപത്രികളിലേക്കൊക്കെ രോഗികളെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പുക കട്ടിയുള്ള പുകയായിരുന്നു എന്നുള്ളതാണ്. പ്ലാസ്റ്റിക് കത്തിയ പോലെയുള്ള വലിയ അളവിൽ പ്ലാസ്റ്റിക് കത്തിയത്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണം കത്തിയ വിധത്തിലുള്ള ഗന്ധത്തോടു കൂടിയുള്ള പുകയാണ്. അപ്പോൾ കട്ടിയേറിയ പുകയായിരുന്നു. അത് ശ്വസിച്ചതുകൊണ്ടാണ് കൂട്ടിരിപ്പുകാർക്കും ഒപ്പം തന്നെ കുറച്ച് രോഗികൾക്കും വളരെയേറെ ബുദ്ധിമുട്ട് ആ ഒരു ഘട്ടത്തിൽ അനുഭവപ്പെട്ടതെന്നതാണ്. പക്ഷേ അതത്ര ഗുരുതരമായൊരു അവസ്ഥയല്ല എന്നുള്ളതും വളരെ ആശ്വാസകരമായ കാര്യമാണ്. ഇതുതന്നെയായാലും ഈ സാധാരണക്കാരൻ്റെ 5 ജില്ലകളുടെ മലബാറിൻ്റെ ആശ്രയമായ മെഡിക്കൽ കോളേജിലുണ്ടായ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി, പുക ഉയരുന്ന ഒരു സംഭവം അതിപ്പോൾ ഒരു 1.25 മണിക്കൂറിലധികമായി ഉണ്ട്. പുക നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അകത്തേക്ക് പുക സക്ക് ചെയ്യുന്ന രീതിയിലുള്ള, അതായത് വലിച്ച് പുറത്തേക്ക് കളയുന്ന വിധത്തിലുള്ള ഫയർഫോഴ്സിൻ്റെ ഉപകരണം ഇട്ടു. അങ്ങനെയാണ് അകത്ത് നിന്ന് പുക പുറത്തേക്ക് വലിച്ച് കളഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പൂർണ്ണമായി നിയന്ത്രിച്ചു എന്ന് പറയാൻ കഴിയില്ല, പക്ഷേങ്കിലും അളവ് കുറഞ്ഞിട്ടുണ്ട്. രോഗികളെ മാറ്റുന്ന കാര്യമാണ് ആദ്യമേ തന്നെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ചെയ്തിരുന്നത്. രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഒപ്പം കുട്ടികളടക്കമുള്ള ആളുകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ മാറ്റിയിട്ടുണ്ട്. ആളുകൾ ആദ്യമേ ഇറങ്ങി ഓടി, ബാക്കിയുള്ളവർ രക്ഷാപ്രവർത്തകരുടെ സഹായത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങി എന്നതാണ്. എന്തായാലും അതിൻ്റെ കാരണം കൂടി, ഈ പൊട്ടിത്തെറിയുടെ അല്ലെങ്കിൽ പുക ഉയരുന്നതിൻ്റെ കാരണം കൂടി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാഥമികമായി സൂപ്രണ്ടും രക്ഷാപ്രവർത്തകരുമൊക്കെ പറഞ്ഞത്, ഫയർഫോഴ്സുമൊക്കെ പറഞ്ഞത്, നേരത്തെ എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞത് ഈ UPSൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ പൊട്ടിത്തെറി എന്നുള്ളതാണ്. അതുതന്നെയാണോ, അതെങ്ങനെ സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. അപ്പം ഈ കറണ്ട് പോയി ഇതിന് പിന്നാലെ, അതുകൊണ്ട് ലിഫ്റ്റ് സംവിധാനം ഉണ്ടായിരുന്നില്ല. ആളുകളെ സ്ട്രെച്ചറിലൊക്കെ തന്നെയായി താഴ്ഭാഗത്തേക്ക് കൊണ്ടുവരേണ്ടതായി. അത് വളരെ ശ്രമകരമായ ഒരു കാര്യമായിരുന്നു. എങ്കിൽ തന്നെയും കൈ മെയ് മറന്ന് എത്തിച്ചേർന്ന ആളുകൾ ഓരോരുത്തരും, രക്ഷാപ്രവർത്തകർ ഓരോരുത്തരും അവരുടെ 100% നൽകിക്കൊണ്ട് ആണ് ഈ ദൗത്യത്തിൽ പങ്കെടുത്തത് എന്നുള്ളത് കൂടിയാണ്. അതുകൊണ്ടാണ് എന്തായാലും നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. രോഗികളെല്ലാം സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട്. രോഗികളും കൂട്ടിരിപ്പുകാരും അടക്കം ഒരുപാട് പേര് ആ സമയത്ത് ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അവരെല്ലാം അത്യാഹിത വിഭാഗത്തിൽ നിന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്.